എറണാകുളം അങ്കമാലി അതിരൂപത കുർബാന തർക്കത്തിൽ സമവായ ഫോർമുല ഇന്നു മുതൽ നടപ്പാക്കും. ജനാഭിമുഖ കുർബാനയ്ക്കൊപ്പം ഞായറാഴ്ചകളിലും പ്രധാന തിരുനാളുകളിലും ഒരു ഏകീകൃത കുർബാന നടപ്പാക്കാമെന്നാണ് ധാരണ. മാർ റാഫേൽ തട്ടിലും മാർ ജോസഫ് പാംപ്ലാനിയും ചേർന്ന് പുറത്തിറക്കിയ സർക്കുലർ നേരത്തെ പള്ളികളിൽ വായിച്ചിരുന്നു. നീണ്ട തർക്കങ്ങൾക്കൊടുവിലാണ് സമവായ ഫോർമുല നടപ്പിലാക്കാൻ ധാരണയായത്. ആജ്ഞ രവീന്ദ്രൻ നമുക്കൊപ്പം ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ആജ്ഞ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ എത്രയോ കാലം നീണ്ട തർക്കങ്ങളും പ്രതിഷേധങ്ങളും വിമത നീക്കവും ഒക്കെയായിരുന്നു. അതിനൊടുവിലാണ് ഇത്തരത്തിലൊരു സമവായ ഫോർമുലയിലേക്ക് എത്തുന്നത്. അത് നടപ്പാകാൻ പോകുന്നു, നടപ്പിലാക്കി തുടങ്ങുന്നു. ഇനിയൊരു പ്രതിഷേധത്തിനൊന്നും സാധ്യതയില്ലല്ലോ അല്ലേ? ആജ്ഞയിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, എന്തായാലും എറണാകുളം അങ്കമാലി അതിരൂപത കുർബാന തർക്കത്തിൽ ഈ സമവായ ഫോർമുല അത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്നു എന്നതാണ്. ജനാഭിമുഖ കുർബാനയ്ക്കൊപ്പം ഞായറാഴ്ചകളിലും പ്രധാന തിരുനാളുകളിലും ഒരു ഏകീകൃത കുർബാന നടപ്പാക്കുക എന്നതാണ് ഈ തർക്കങ്ങൾക്കെല്ലാം ഒടുവിൽ എത്തിയ സമവായ ഫോർമുല എന്നുള്ളത്. അത് വിമതപക്ഷമടക്കം അംഗീകരിക്കുകയായിരുന്നു. മാർ റാഫേൽ തട്ടിലും മാർ ജോസഫ് പാംപ്ലാനിയും ചേർന്ന് പുറത്തിറക്കിയ സർക്കുലർ നേരത്തെ പള്ളികളിൽ വായിച്ചിരുന്നു. അപ്പോൾ ഇന്നു മുതലാണ് ഈ ജനാഭിമുഖ കുർബാനയ്ക്കൊപ്പം തന്നെ ഏകീകൃത കുർബാന കൂടി നടപ്പാക്കുന്ന ആ നടപടിയിലേക്ക് കടക്കുന്നത്. നീണ്ട തർക്കങ്ങൾക്കൊടുവിലാണ് ഈ സമവായ ഫോർമുല നടപ്പിലാക്കാൻ ധാരണയായത് എന്നുള്ളത് പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യമാണ്. എന്തായാലും ഇനി മറ്റ് വിമതപക്ഷത്തെ എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ പ്രതിഷേധങ്ങൾക്കൊക്കെ ഒടുവിൽ അവരെ എല്ലാം ഈ സമവായത്തിലേക്ക് എത്തിച്ചുകൊണ്ടാണ് ഈ ഒരു ഫോർമുലയിലേക്ക് എത്തിയത്. ആജ്ഞ രവീന്ദ്രനുണ്ട്. ആജ്ഞ, തുടരാം. ആര്യ, ഇന്നു മുതലാണ് സമവായ ഫോർമുല നടപ്പിലാക്കുന്നത്. നേരത്തെ നമുക്കറിയാം, വലിയ തർക്കങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സമവായ ഫോർമുല നടപ്പിലാക്കാൻ എത്തിയിരിക്കുന്നതുമെന്ന്. അങ്ങനെയാണ് ജനാഭിമുഖ കുർബാനയ്ക്കൊപ്പം ഏകീകൃത കുർബാനയും ഞായറാഴ്ചകളിൽ പള്ളിയിൽ നടത്തണം. അതുപോലെ തന്നെ ഈ പ്രധാന തിരുനാളുകളിലും ഒരു ഏകീകൃത കുർബാനയെങ്കിലും നടത്തണം തുടങ്ങിയവയായിരുന്നു സർക്കുലറിൽ പറഞ്ഞിരിക്കുന്ന പ്രധാന നിബന്ധനകൾ. അങ്ങനെയാണ്. അതുപോലെ പുതിയ വൈദികർ ഏകീകൃത കുർബാന അർപ്പിക്കണം. അതുമാത്രമല്ല, അവർ പ്രവർത്തിക്കുന്ന ഈ ഏരിയകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പള്ളികളുടെ അടിസ്ഥാനത്തിൽ അതിന് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാം എന്നും പറയുന്നുണ്ട്. എന്തായാലും സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലും അതുപോലെ ജോസഫ് പാംപ്ലാനിയും ചേർന്നുണ്ടാക്കിയ സർക്കുലറാണ് ഒപ്പുവെച്ചത്. ആ സർക്കുലർ അനുസരിച്ചിട്ടാണ് ഈ ജനാഭിമുഖ കുർബാന നടപ്പിലാക്കാം എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. പ്രധാന തിരുനാളുകളിലും അതുപോലെ ഞായറാഴ്ചകളിലും ഏകീകൃത കുർബാന ഒരെണ്ണമെങ്കിലും ചൊല്ലണം എന്നുള്ള സാഹചര്യമാണ് ഉള്ളത്. സമവായ ഫോർമുല നടപ്പിലാക്കാനുള്ള ധാരണയായതും അതായത് മേജർ ആർച്ച് ബിഷപ്പിൻ്റെയും അതുപോലെ മാർ ജോസഫ് പാംപ്ലാനിയും ചേർന്ന് ചെയ്തിരിക്കുന്ന സൈൻ ചെയ്തിരിക്കുന്ന സർക്കുലർ പ്രകാരമാണിത്. കഴിഞ്ഞ ദിവസം ജൂൺ 29-ന് പള്ളികളിലൊക്കെ ആ സർക്കുലർ വായിച്ചിരുന്നു. പുതുതായി അതുപോലെ തന്നെ കൂരിയായ അംഗങ്ങളെ മാറ്റണം എന്നുള്ള ആവശ്യമാണ് പ്രതിഷേധക്കാർ പ്രധാനമായും ഉന്നയിച്ചത്. അവരെയും മാറ്റും. അവർ പുതിയ ചുമതലകളിലേക്ക് മാറും. മാത്രമല്ല, പുതിയ കൂരിയ ഇന്ന് ചുമതല ഏൽക്കുകയും ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട്. അതുപോലെ സിറോ മലബാർ സഭാസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ സഭാ ദിനാഘോഷവും ഇന്ന് ഒരുക്കിയിട്ടുണ്ട്. അതായത് ദുഗ്രാന തിരുനാളായി ആചരിക്കുന്ന ദിവസമാണ് ഇന്ന്. ഈ ദിവസം ദുഗ്രാന തിരുനാളായി ആചരിക്കുന്ന ദിവസം ആയതുകൊണ്ട് തന്നെ ഇന്ന് സഭാ ദിനാഘോഷവും ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇന്ന് സഭാ ദിനാഘോഷവും ആചരിക്കുന്നുണ്ട് ഈ സിറോ മലബാർ സഭയുടെ ആസ്ഥാനത്ത് വെച്ച്. അതുപോലെ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ ഈ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യും. ആര്യ. ഓക്കെ, ആജ്ഞ രവീന്ദ്രനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.